ഹലോ, എല്ലാവർക്കും ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മളിന്ന് ബേസിക് കാൽക്കുലേഷൻ്റെ സെക്കൻഡ് ക്ലാസ്സിലാണുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞായിരുന്നു. സ്ക്വയേഴ്സ് പഠിക്കണം, ക്യൂബ് പഠിക്കണം, അതേപോലെ തന്നെ കുറച്ച് ലാസ്റ്റ് ഡിജിറ്റ് ഉള്ള ഒരു വ്യത്യാസം പഠിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ക്ലാസ് കണ്ടിട്ടേ വരാവൂ. കാരണം അതാണ് നമ്മുടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സ്ക്വയർ റൂട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. നമുക്കിനി എന്നാൽ സ്ക്വയർ റൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് find the square root of 9605 ആണ് ഫസ്റ്റ് ചോദ്യം. അപ്പം നമ്മൾ സ്ക്വയർ റൂട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് രണ്ട് ഡിജിറ്റിനെ നമ്മൾ പെയർ ചെയ്യുക. ലാസ്റ്റ് രണ്ട് ഡിജിറ്റിനെ പെയർ ചെയ്തിട്ട് ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റ് ഈ തന്നേക്കുന്ന നമ്പർ ഒരു സ്ക്വയർ ആണ്, അത് ഏതിൻ്റെ സ്ക്വയർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴൊക്കെയാണ് 4 വരിക? 4 വരുന്ന രണ്ട് കണ്ടീഷൻ നമുക്കുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ആ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും, അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 8 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് നമ്പറിന് പകരം നമുക്ക് ഒന്നുകിൽ 2 അല്ലെങ്കിൽ 8 എന്ന് മനസ്സിലായി. ഇത്രയും കിട്ടിയല്ലോ. ഇനി ബാലൻസ് നിൽക്കുന്നത് ഈ 04 പോയതിനു ശേഷം ബാലൻസ് ഒരു 96 അല്ലേ? അതിനെ ഒരുമിച്ച് അങ്ങ് എടുക്കുക. 96 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ വരുന്നില്ല, 5ന്റെ സ്ക്വയർ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 96 എവിടെയെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. 9ന്റെ സ്ക്വയർ 81 ആണെന്ന് അറിയാം, 10ന്റെ സ്ക്വയർ 100 ആണെന്ന് അറിയാം. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു നമ്പറല്ലേ 96? ഒരിക്കലും 9ന്റെ സ്ക്വയർ 51 ആണ്, 10ന്റെ സ്ക്വയർ 100 ആണ്. ഇതിന്റെ ഇടയ്ക്കൊന്നും സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു നമ്പർ വരുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന നമ്പറാണ് 96. ഇങ്ങനെ ഇടയ്ക്ക് വരുന്ന നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ചെറിയ നമ്പർ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കാണ് 96 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ചെറിയ നമ്പർ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 92 ആയിരിക്കും, അല്ലെങ്കിൽ 98 ആയിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ റിപ്പീറ്റ് ചെയ്യുന്ന വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്ന നമ്പറിൻ്റെ മുകളിലും താഴിലും ഉള്ള നമ്പറാണെന്ന് പറഞ്ഞാൽ 95ൻ്റെ മുകളിലുള്ള നമ്പർ 92, 95ൻ്റെ താഴെയുള്ള നമ്പർ 98 ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് 95ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 വരുന്ന നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? അവസാനത്തെ രണ്ട് ഡിജിറ്റ് എപ്പോഴും 25 വരത്തുള്ളൂ. ഇനി ഈ 9ൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ 9 × 10, 9ൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ 10 ആണ്. 9 × 10 ആകുമ്പോൾ 90. ഓക്കെ, ഇതാണ് 95ൻ്റെ സ്ക്വയർ. ഇത് ക്വസ്റ്റ്യൻ വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വലുതാണ്. അതിനർത്ഥം 95നെക്കാട്ടിയും വലിയൊരു നമ്പറിൻ്റെ സ്ക്വയർ ആണിത്. അങ്ങനെ ആകുമ്പോൾ ആൻസർ എന്താണ്? 98. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വലുതാണെങ്കിൽ ആൻസർ വലുത്, ക്വസ്റ്റ്യൻ ചെറുതാണെങ്കിൽ ആൻസർ ചെറുത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഞാൻ ഒന്നും കൂടെ കൺസെപ്റ്റ് പറഞ്ഞു തരാം. ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? പെയർ ചെയ്യുക. ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് പെയർ ചെയ്തിട്ട് ലാസ്റ്റ് ഡിജിറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ പിന്നെ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് കൺസിഡർ ചെയ്തു, 4 വരുന്ന രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്നുകിൽ ലാസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും, അല്ലെങ്കിൽ 8 ആയിരിക്കും. ഇനി അടുത്തത് ബാലൻസ് നിൽക്കുന്ന ഒരു 96 അല്ലേ? 96 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പക്ഷേ എന്താണ്? 81ൻ്റെ 100ൻ്റെ ഇടയ്ക്കുള്ള നമ്പറാണ് 96 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് വരുന്നത്? ലീസ്റ്റ് നമ്പർ ആയിട്ടുള്ള 9 ആണ് വരിക. അപ്പോൾ 92 അല്ലെങ്കിൽ 98. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പർ ആയിട്ടുള്ള 95ൻ്റെ സ്ക്വയർ എടുക്കുക. 95ൻ്റെ സ്ക്വയർ ആകുമ്പോൾ 9025. ഓക്കെ, 9025 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ആ ക്വസ്റ്റ്യൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 9604 എന്ന് പറഞ്ഞാൽ എന്താണ്? 9604 എന്ന് പറയുന്നത് 9604 എന്ന് പറഞ്ഞാൽ ഈ 95ൻ്റെ സ്ക്വയറിനെക്കാട്ടിയും വലിയൊരു നമ്പറിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ വലിയ നമ്പറാണ് ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. ഇതിൻ്റെ ആൻസർ എന്ത് വരും? 98 വരും. ഇനി അടുത്ത 3136 അടുത്തത് നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് പെയർ ചെയ്തു 36. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 6 വരുന്ന രണ്ട് കണ്ടീഷൻ. 6 എപ്പോഴൊക്കെയാണ് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരിക? ഒന്നുകിൽ 4 വരുമ്പോൾ, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരണം? 6 വരുമ്പോൾ. ഈ രണ്ട് കണ്ടീഷനല്ലേ വരുന്നത്. ഇനി ബാലൻസ് വരുന്നൊരു 31 ഉണ്ട് അല്ലേ? ഈ 31 എന്ന് പറയുന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പക്ഷെ നമുക്കറിയാം 5ൻ്റെ സ്ക്വയർ 25 ആണ്, 6ൻ്റെ സ്ക്വയർ 36 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പറല്ലേ 31 എന്ന് പറയുന്നത്. ഇടയ്ക്കുള്ള നമ്പർ വന്നാൽ ചെറിയ നമ്പർ ആയിട്ടുള്ളത് എടുക്കുക. അപ്പോൾ ഒന്നുകിൽ ആൻസർ 54 ആയിരിക്കും, അല്ലെങ്കിൽ 56 ആയിരിക്കും.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, 55ന്റെ സ്ക്വയർ എടുക്കുക. 55ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് 25. ഇനി 5ന്റെ തൊട്ടടുത്തുള്ള നമ്പർ 6 ആണ്. 5 × 6 ആകുമ്പോൾ 30. 25 ആൻസർ. ക്വസ്റ്റ്യൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വലുതല്ലേ, ഈ 30 25നെ കാട്ടിയും, അപ്പോൾ വലുതാണ് നമ്മുടെ ആൻസർ. 56 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 1521. 1521 എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, 21. ഫസ്റ്റ് സ്റ്റെപ്പ് 21 പെയർ ചെയ്തു. ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. 1 വരുന്ന 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നുകിൽ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം, 9 ആയിരിക്കണം. ഇനി ബാലൻസ് നിൽക്കുന്ന 15 ആണ്. 15 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? നമുക്ക് 3ന്റെ സ്ക്വയർ 9 ആണെന്നറിയാം, 4ന്റെ സ്ക്വയർ 16 ആണെന്നറിയാം. ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നതല്ലേ 15 എന്ന് പറയുന്നത്. ഇടയ്ക്ക് നിൽക്കുന്ന നമ്പർ ആകുമ്പോൾ ചെറിയ നമ്പർ കൺസിഡർ ചെയ്യുക. ഒന്നുകിൽ 31 അല്ലെങ്കിൽ 39. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന നമ്പർ ആയിട്ടുള്ള 35ന്റെ സ്ക്വയർ എടുക്കുക. 35ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് 5 ആയതുകൊണ്ട് തന്നെ അതിന്റെ സ്ക്വയർ 25 വന്നു. ഇനി 3ന്റെ തൊട്ടടുത്തുള്ള നമ്പർ 4. 3 × 4 ആകുമ്പോൾ 12. 12 25 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, 35ന്റെ സ്ക്വയർ 12 25 ക്വസ്റ്റ്യൻ വെച്ച് കമ്പയർ ചെയ്യുക. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വലുതാണ്. ക്വസ്റ്റ്യൻ വലുതാകുമ്പോൾ ആൻസറും വലുത്. 39ന്റെ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്, 15 21 എന്ന് പറയുന്നു. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 7921. സ്ക്വയർ റൂട്ട് എടുക്കുവാണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് പെയർ ചെയ്തു, 1 എടുത്തു. 1 വരുമ്പോൾ 2 കണ്ടീഷൻ, ഒന്നുകിൽ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും, 9 ആയിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് 79 ആണ്. 79 ആകുമ്പോൾ 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81. ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പർ അല്ലേ 79 എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ ആൻസർ ചെറിയ നമ്പറാണ് നമ്മൾ എടുക്കേണ്ടത്. ഒന്നുകിൽ ആൻസർ 81 ആണ് വരേണ്ടത്, അല്ലെങ്കിൽ 89. ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പർ ആയിട്ടുള്ള 85ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് തന്നെ അവസാനത്തെ 2 ഡിജിറ്റ് 25 എന്ന് വരും. 8ന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്പർ 9. 8 × 9 ആകുമ്പോൾ എത്ര, 72. 72 25. ക്വസ്റ്റ്യൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വലുതാണ്. നമ്മുടെ ആൻസർ എന്താണ്, 89 വരും. ഇനി ലാസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് പെയർ ചെയ്തു, 69. 9 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. 9 വരുന്ന 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നുകിൽ 3 വരുമ്പോൾ, അല്ലെങ്കിൽ എന്താ 7 വരുമ്പോഴാണ്. കാരണം 3ന്റെ സ്ക്വയർ 9 ആണ്, 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് 9 വരുന്നുണ്ട്. ഓക്കെ, ഇനി ബാലൻസ് നിൽക്കുന്ന 39 ആണ്. നമുക്കറിയാം 6ന്റെ സ്ക്വയർ 36 ആണ്, 7ന്റെ സ്ക്വയർ 49 ആണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് 39 വരുന്നത്. അപ്പോൾ ഇടയ്ക്ക് വരുന്ന നമ്പർ ആണെങ്കിൽ ലീസ്റ്റ് നമ്പർ ആയിട്ടുള്ള 6 എടുക്കുക. 63 അല്ലെങ്കിൽ 67. ഇടയ്ക്കുള്ള നമ്പർ 65ന്റെ സ്ക്വയർ. അപ്പോൾ 6ന്റെ തൊട്ടടുത്തുള്ള നമ്പറാണ് 7. 6 × 7 എന്ന് പറഞ്ഞാൽ 42. 42 25. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഈ നമ്പറിനെ ക്വസ്റ്റ്യൻ വെച്ച് കമ്പയർ ചെയ്താൽ ക്വസ്റ്റ്യൻ ചെറുതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറുതായിരിക്കും. 63 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലാസ്റ്റ് 2 ഡിജിറ്റ് പെയർ ചെയ്തു, ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. 4 വരുന്ന 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നുകിൽ 2 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്, അല്ലെങ്കിൽ 8 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. ഇനി ബാലൻസ് 125 മാത്രമല്ലേ നിൽക്കുന്നത്, അതിനെ അങ്ങ് ഒരുമിച്ച് എടുത്തോളണം. 125 ഫുൾ ഒരുമിച്ച് എടുക്കുമ്പോൾ ഈ 125 എവിടെ നമുക്ക് കാണാൻ പറ്റുന്നേ, 9ന്റെ സ്ക്വയർ 81 എന്നറിയാം. ഇനി അടുത്ത 10ന്റെ സ്ക്വയർ 100 എന്നറിയാം. 11ന്റെ സ്ക്വയർ 121 എന്നറിയാം. അപ്പോൾ 12ന്റെ സ്ക്വയർ 144 എന്നറിയാം. ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പർ അല്ലേ ഈ 125 എന്ന് പറയുന്നത്. ഇടയ്ക്കുള്ള നമ്പർ ആകുമ്പോൾ ചെറിയ നമ്പർ എടുക്കുക. ഒന്നുകിൽ 112 അല്ലെങ്കിൽ 118. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 115ന്റെ സ്ക്വയർ എടുക്കുക. 115ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് 25 എന്നും വരും. ഇനി 11 അല്ലേ, 11ന്റെ തൊട്ടടുത്തുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, 12 ആണ് അല്ലേ. 5 കഴിഞ്ഞാൽ ബാക്കി നീങ്ങുന്ന 11 ആണ്. 11ന്റെ തൊട്ടടുത്തുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ 11 × 12 ചെയ്യുക. 11 × 12 ആകുമ്പോൾ എളുപ്പ വഴി എന്താ, 11നെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ ആ 12 എന്ന് പറയുന്ന നമ്പർ എടുക്കുക. അതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് അതേപോലെ എഴുതുക, ലാസ്റ്റ് ഡിജിറ്റ് അതേപോലെ എഴുതുക. നടുക്കുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതുക. ഇതാണ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 11 × 12 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുന്നത്, ഫസ്റ്റ് ഡിജിറ്റ് അതേപോലെ എഴുതുക, ലാസ്റ്റ് ഡിജിറ്റ് അതേപോലെ എഴുതുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നടുക്കോട്ട് എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1321. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ചെറുതല്ലേ, അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും, ചെറുതായിരിക്കും. ഇത്രയും മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആയോ? ആദ്യമേ ലാസ്റ്റ് 2 ഡിജിറ്റ് സെലക്ട് ചെയ്യുക, പെയർ ചെയ്യുക, ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം,
ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയതിന് ശേഷം നമുക്ക് കണ്ടീഷൻസ് കാണും. ചിലപ്പോൾ ഒരു ഡിജിറ്റിൽ ചിലപ്പോൾ 1 ഒക്കെ വരുവാണെങ്കിൽ 1ഉം 9ഉം വരാം. ലാസ്റ്റ് ഡിജിറ്റ് 9 വരുവാണെങ്കിലോ 3ഉം 7ഉം വരാം. 4 ആണെങ്കിലോ 2ഉം 8ഉം വരാം. 6 ആണെങ്കിലോ 4ഉം 6ഉം വരാം. അപ്പോൾ കണ്ടീഷൻസ് ഇങ്ങനെ അസ്യൂം ചെയ്ത് നമ്മൾ ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് ക്യൂബ് റൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ലാസ്റ്റ് 3 ഡിജിറ്റ് പെയർ ചെയ്യുക. സ്ക്വയർ റൂട്ട് ആകുമ്പോൾ 2, ക്യൂബ് റൂട്ട് ആകുമ്പോൾ 3. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് 3 ഡിജിറ്റ് പെയർ ചെയ്തിട്ട് ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. 7 എപ്പോഴായിരുന്നു ലാസ്റ്റ് ഡിജിറ്റ് വരിക? ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഏതിൻ്റെയോ ക്യൂബാണ്, അത് ഏത് നമ്പറിൻ്റെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 7 എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു ക്യൂബിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴാണ് 7 വരിക? വ്യത്യാസം, ക്യൂബിന് വ്യത്യാസം വരുന്ന 3 വരുമ്പോൾ 7 വരും, 7 വരുമ്പോൾ 3 വരും. പിന്നെ വരുന്ന വ്യത്യാസം 2 വരുമ്പോൾ 8 വരും, 8 വരുമ്പോൾ 2 വരും. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 7 വന്നു. 7 ആകുമ്പോൾ 3, ഈ 3 ഡിജിറ്റിന് വരെ നമ്മൾ എന്ത് ചെയ്തു? 3 എന്ന് എഴുതി. ഇനി ബാലൻസ് 12 ആണ് നിൽക്കുന്നത്. 12 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 8ഉം 3ന്റെ സ്ക്വയർ 27ഉം. 2ന്റെ സ്ക്വയർ 2ന്റെ ക്യൂബാണ്. ക്യൂബ് 2ന്റെ ക്യൂബ് ഇതേപോലെ തന്നെ ആലോചിച്ച് നോക്കുക. 12 ആണുള്ളത്. 12 പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് നോക്കുക. 2ന്റെ ക്യൂബ് 8 ആണ്, 3ന്റെ ക്യൂബ് 27 ആണ്. ഇതിന്റെ ഇടയ്ക്കുള്ള നമ്പറാണ് 12. ഇടയ്ക്കുള്ള നമ്പർ വന്നാൽ എന്ത് തന്നെ എടുക്കുക? ചെറിയ ഡിജിറ്റ് ആയിട്ടുള്ള 2. ഓക്കെ, അപ്പോൾ ക്യൂബ് റൂട്ടും സ്ക്വയർ റൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ടിലാകുമ്പോൾ ലാസ്റ്റ് 3 ഡിജിറ്റ് പെയർ ചെയ്തിട്ട് ലാസ്റ്റ് ഡിജിറ്റ് നോക്കുന്നു. സ്ക്വയർ റൂട്ടിലാണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് പെയർ ചെയ്തിട്ട് ലാസ്റ്റ് 1 ഡിജിറ്റിന് നോക്കുന്നു. ഇനി അടുത്ത ക്യൂബ് റൂട്ട് എടുക്കുക. ഇതിന്റെ ക്യൂബ് റൂട്ട് ആകുമ്പോൾ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്മൾ എടുത്തു, ലാസ്റ്റ് ഡിജിറ്റ് നോക്കുന്നു. ലാസ്റ്റ് ഡിജിറ്റ് 6. ഈ നമ്പേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാ നമ്പറും അതേപോലെ തന്നെയാണ് വരുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് 6 ആണെങ്കിൽ അവിടെ 6 വരും. ഇനി ബാലൻസ് നിൽക്കുന്ന 46 അല്ലേ? 46 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ക്യൂബ് ആണോ? 4ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 64. ഇതിന്റെ ഇടയ്ക്ക് വരുന്നതല്ലേ 46. 46 അങ്ങനെ വരുവാണെങ്കിൽ ചെറിയ നമ്പർ ആയിട്ടുള്ള 3 എടുക്കുക. അപ്പോൾ ഇതെന്ത് വരും? 36. ഓക്കെ, ഇനി അടുത്തതിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? പെയർ ചെയ്യുക. ലാസ്റ്റ് 3 ഡിജിറ്റ് പെയർ ചെയ്തു. ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 9 ആണ്. 9 വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? 9 തന്നെയാണ് വരുന്നത്. ഇനി ബാലൻസ് നിൽക്കുന്ന 205 ആണ്. 205 എന്ന് പറഞ്ഞാൽ എവിടെയാണ് ക്യൂബ് വരിക? 5ന്റെ ക്യൂബ് 125, 6ന്റെ ക്യൂബ് 216. ഇതിന്റെ ഇടയ്ക്ക് വരുന്നതല്ലേ? ഇടയ്ക്ക് വരുന്ന നമ്പർ ആകുമ്പോൾ ചെറിയ നമ്പർ ആയിട്ടുള്ളത് എടുക്കുക. 59. ഇങ്ങനെ സ്പീഡ് ചെയ്ത് പോകണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് അടുത്തത് 17576. 576 ക്യൂബ് നമ്മൾ പെയർ ചെയ്തു. ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. 6 വരുമ്പോൾ 6 തന്നെ വരും. ബാലൻസ് നിൽക്കുന്ന 17 ആണ്. 17 പെർഫെക്റ്റ് ക്യൂബ് ആണോ? പെർഫെക്റ്റ് ക്യൂബ് അല്ല. 2ന്റെ ക്യൂബ് 8 ആണ്, 3ന്റെ ക്യൂബ് 27 ആണ്. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന നമ്പറാണ്. ഇടയ്ക്ക് വരുന്ന നമ്പർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ചെറിയ നമ്പർ എടുക്കുക, 26. ഇനി അടുത്ത ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 140608. ലാസ്റ്റ് 3 ഡിജിറ്റ് പെയർ ചെയ്തു. 8 ആണ് നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. 8 ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് എപ്പോഴൊക്കെ ആയിരുന്നു? അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. 2ഉം 8ഉം 8ഉം 2ഉം 2 വരുമ്പോഴാണ് 8 വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് എന്താ വരികത്? 2. ഇനി എന്താ ചെയ്യേണ്ടത്? ബാലൻസ് ഒരു 140 ഉണ്ട്. 140 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നോക്കുക, പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് നോക്കുക. 5ന്റെ ക്യൂബ് 125, 6ന്റെ ക്യൂബ് 216. ഇതിന്റെ ഇടയ്ക്കുള്ളതാണ് 140. ഇടയ്ക്കുള്ള നമ്പർ ആകുമ്പോൾ ചെറിയ നമ്പർ ആയിട്ടുള്ളത് എടുക്കുക, 52. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ക്യൂബ് എടുക്കുന്നത് മനസ്സിലായോ? ക്യൂബ് റൂട്ട് മനസ്സിലായോ? സ്ക്വയർ റൂട്ട് മനസ്സിലായോ? ഇന്ന് നമുക്ക് ഈ 2 കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇത് ഇത്രയും പഠിച്ചതിന് ശേഷം ഇത് നിങ്ങൾ ആലോചിക്കേണ്ടത് പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് റൂട്ടുമാണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് ക്യൂബും ആയിട്ടുള്ള നമ്പറാണ് ഈ മെത്തേഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പെർഫെക്റ്റ് അല്ലാത്ത ഉണ്ടല്ലോ, ഡിവിഷൻ മെത്തേഡ് വഴി ചെയ്യുന്നതൊക്കെ, അത് നമുക്ക് പഠിക്കാം. ഓക്കെ, എല്ലാം കൂടെ ഇന്ന് തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ഒരു മെത്തേഡ് പഠിക്കാം. പിന്നെ നമുക്ക് ഡിവിസിബിലിറ്റി റൂൾസ് ഒക്കെ പഠിക്കാം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലിയർ ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്